വടക്കുകിഴക്കൻ ജപ്പാനിലെ ഇവാത്തെ പ്രവിശ്യയിലുണ്ടായ ശക്തമായ കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുന്നു. ഒക്സുജി ടൗണിലെ പർവ്വത മേഖലയിൽ ആരംഭിച്ച തീയിൽ ഇതിനോടകം 3000 ഏക്കർ വനഭൂമി കത്തിയെരിഞ്ഞു കഴിഞ്ഞു. പ്രദേശത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 1229 വീടുകളിലായി താമസിക്കുന്ന 2588 പേരോട് വീടൊഴിയുവാൻ അധികൃതർ നിർദ്ദേശിച്ചു. ഇത് ഒക്സുജി ടൗണിലെ ആകെ ജനസംഖ്യയുടെ 4/1 വരും. ഇതുവരെ 8 കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ വീടുകളും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും തീ വേഗത്തിൽ പടരുവാൻ കാരണമായി. ജപ്പാൻ സെൽഫ് ഡിഫൻസ് ഫോഴ്സും അഗ്നിശമന സേനയും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. തീ അണയ്ക്കുന്നതിനായി നിരവധി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ആകാശത്തുനിന്നും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഹോക്കൈഡോ, നിഗാത്ത തുടങ്ങിയ 8 അയൽ പ്രവിശ്യകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും ഇവാത്തയിൽ സഹായത്തിനെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ മേഖലയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയുണ്ടായ കാട്ടുതീ പ്രദേശവാസികളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. തുടർ ചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് പ്രാദേശിക ഭരണകൂടം അറിയിച്ചു.